നമ്മളിപ്പോൾ ഇന്ന് വാഗമണിലേക്കാണ് കേട്ടോ യാത്ര ചെയ്യാൻ പോണത്. ഇടുക്കി, കോട്ടയം ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ വാഗമൺ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിറച്ച് കുന്നും മലയും തന്നെയാണ് വാഗമണിൽ കാണാനുള്ളത്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് അത് അടിപൊളിയാണ് കേട്ടോ. നല്ല ഒരു അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. സാധാരണ വേനൽക്കാലത്ത് തന്നെ 10 മുതൽ 23 ഡിഗ്രി വരെയാണ് കേട്ടോ ഇവിടുത്തെ താപനില ഉള്ളത്. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ ഇവിടുത്തെ ഒരു തണുപ്പ് എത്രയാന്നുള്ളത്. വാഗമണിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റിലാണ് കേട്ടോ നമ്മളുള്ളത്. ഈ ഒരു മലയൊക്കെ ചുറ്റിയിട്ടുള്ള ഈ ഒരു ചെറിയ വഴികളിൽ കൂടെ ഉള്ള യാത്ര തന്നെ അടിപൊളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾമല, മുരുകൻമല, അതുപോലെ തന്നെ കുരിശുമല, ഈ ഒരു 3 മലകൾക്ക് ഇടയിലാണ് കേട്ടോ നമ്മുടെ വാഗമണുള്ളത്. ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ ആദ്യം കുരിശുമലയിലേക്കാണ് പോണത്. അപ്പോൾ നമുക്ക് വാഗമണിൽ എന്തൊക്കെ കാണാനുണ്ട്, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ വാഗമൺ കുരിശുമല എത്തിയിട്ടുണ്ട് കേട്ടോ. കുരിശുമല ഇതാണ്. കുരിശുമല മുകളിൽ യേശു ആണ് തോന്നുന്നുണ്ട്. മുകളിലൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പോയിട്ട് നമുക്ക് ഈ ഒരു കുന്നാണ് മുകളിലേക്ക് കയറാനുള്ളത്. മുകളിൽ കയറി കഴിഞ്ഞാൽ കോടമഞ്ഞ കാണാൻ പറ്റുന്നതാണ്. കുരിശുമലയ്ക്ക് നമുക്ക് 2 വഴി കയറാനുണ്ട്. ഒന്ന് നമ്മൾ ഇങ്ങനെ കയറി മുകളിലെത്താൻ പറ്റും ടോപ്പിലേക്ക്, അല്ലെങ്കിൽ ഈ വഴി കയറാൻ പറ്റും. ഈ വഴിയെക്കാട്ടും കുറച്ചുകൂടെ ഭംഗിയുള്ളതും കുറച്ചുകൂടെ നമുക്ക് കാണാനുള്ളത്, കാഴ്ചകൾ കാണാനുള്ളതും ഈ വഴിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴി തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വഴി നമുക്ക് കയറാൻ പറ്റുള്ളൂ, അതിനുള്ള ടൈമേ നമുക്കുള്ളൂ. അങ്ങനെ നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നുമില്ല കേട്ടോ. ഇവിടെ പാർക്കിങ്ങിനുള്ള ഫീസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു കുരിശ് മാതാവാണ് തോന്നുന്നത്, കുട്ടീനെ എടുക്കെടുക്കുക. ഈ വഴി കയറി കഴിഞ്ഞാൽ അവിടെ മുകളിലെത്താൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ കുരിശുമലയുടെ മുകളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഈ വഴി വേണം പോയി. ഇവിടുന്ന് കയറി അതിൻ്റെ അപ്പുറത്ത് കൂടുതലുള്ള വഴിയാണ് കുരിശുമലയ്ക്കുള്ളത്. കുരിശുകളിലും രൂപങ്ങളിലും കെട്ടിലും ഭിത്തികളിലും പേരുകളും മറ്റ് അഭിപ്രായങ്ങളും എഴുതാൻ പാടില്ല. തീർത്ഥാടകരുടെ ശ്രദ്ധയ്ക്ക് എഴുതിയിട്ടുണ്ട്. മലമുറ കുടിവെള്ളം അമൂല്യം എന്നതിൽ പാഴാക്കാൻ പാടില്ല. ഗ്രൗണ്ടിലും വഴിവെക്കിലും കച്ചവടം നടത്തുന്ന മുൻകൂർ അനുവാദം വാങ്ങേണ്ടതാണ്. ശതാബ്ദി സ്മാരക സെൻറ്റ് തോമസ് മൗണ്ടിലേക്കുള്ള വഴി ഇതാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈശോയെ അനുഗ്രഹിച്ചേക്കണം. കുറച്ച് കുന്നും പനിയും കയറാനുണ്ട്. നമ്മൾ ചട്ടപ്പെട്ടാന്ന് ഓടി കയറേണ്ടി വരും. നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് എത്താനുണ്ട് കേട്ടോ. നോക്കിയേ, ആ കയറുന്ന അത്രയും കയറ്റം നമുക്ക് ഓടിക്കയറാൻ തന്നെ ഉണ്ട്. വഴി മോശമൊന്നുമല്ല, പക്ഷേ നല്ല കുന്നുമ്മയ്ക്ക് കയറുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു 70 ഡിഗ്രിയിലുള്ള കയറ്റം അങ്ങനെ തന്നെ വേണമല്ലോ നമ്മൾ പറയാൻ. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുന്നും പനിയും കയറി വലയും. അതാണ് നമുക്ക് ഇടുക്കിയിൽ കാണാനുള്ളത്. പക്ഷേ അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. ചൂടുണ്ടെങ്കിലും നമുക്ക് വെയിലില്ല, അല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് ചൂട് അനുഭവപ്പെടാത്ത അവസ്ഥയാണ്. മതിൽ ചാടിക്കോ, ഓയ് ചാടിക്കോ ചാടിക്കോ. അങ്ങനെ നമ്മൾ ഏകദേശം പകുതിയോളം മുകളിലെത്തി തോന്നുന്നു. ഇനി നമുക്ക് കയറാനുണ്ട്. പാറയാണ് കേട്ടോ ആ സൈഡൊക്കെ. ഒരു സൈഡ് കല്ലുകളും. അത്യാവശ്യം നല്ല മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല കിതപ്പുണ്ട്. സാധാ ഓട്ടോ ഓടിയാൽ പോരാ, നമ്മൾ കുന്നും മലയും കയറി ഓടണം എന്ന് അറിയില്ലേ. ഇംഗ്ലൈൻഡ് അടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു അറിയുള്ളൂ. ഫുൾ പൊന്തേനെ കേട്ടോ, അടിപൊളി. ഓ, ആ കുരിശുമലയുടെ മുകളിലെത്തി കഴിഞ്ഞാൽ അങ്ങോട്ടാട്ടോ. കണ്ടോ, ആ ഒരു കുന്നിൻ്റെ മുകളിലാണ് കുരിശുമല വരുന്നത്. നമുക്കിനി മുകളിലേക്ക് വഴി കാണാണ്ട് നമുക്ക് മുകളിലേക്ക് തന്നെ പോവാം. കാറ്റായിരിക്കും.
കാറ്റാണ്. ഈ പുല്ലിൽ കാറ്റ് തട്ടുമ്പോൾ ഒരു പാമ്പിൻ്റെയൊക്കെ ശബ്ദം പോലെ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ. ഇനിയും മുകളിലേക്കാണ് ഗൈസ്. നമ്മളിപ്പോൾ വിട്ടു കൊടുക്കുന്നില്ല, നമ്മൾ ചട്ടപ്പെടാന്ന് കയറിയിരിക്കും. നല്ല തണുപ്പുള്ള കാറ്റാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നടക്കണ ക്ഷീണം അറിയില്ല. ഇവിടെ എന്തോ സംഭവമുണ്ട്, അവിടെ എന്തോ കാണുന്നുണ്ട്. കുരിശ് കാണും നോക്കവാ. എവിടെയുണ്ട് അതിലെ കുരിശുമല എന്നുള്ള പേര് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ കുരിശ് നാട്ടേണ്ടി വരും. എന്നിട്ട് താത്തേക്ക് പോവാം. അമ്പല അവിടെ, ഇവിടെ അമ്പല കുരിശല്ലേ? കുടുങ്ങിയോ? കുരിശുമല കയറിട്ട് നമ്മൾ അമ്പലം കയറി തോന്നേണ്ടി വരുമോ? അമ്പലം പോലെ ഉണ്ട്. ആ അമ്പലം പോയേക്കാം. ഒരു സൈഡ് ഒരു കുരിശും ഒരു സൈഡും അമ്പലം ഉണ്ട്. ആ ഒരു സൈഡ് തങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലേ? ശരിയാ. അപ്പോൾ ആരെയും നമ്മൾ വിഷമിപ്പിക്കേണ്ട വെച്ചിട്ട് ചെയ്തായിരിക്കും. ഇവിടെ നിന്ന് വ്യൂ കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞു. അതാണ് നമുക്ക് എന്താ ചാട്ടെ. ഇത് അമ്പലം. ആരും ഇവിടെ നിന്നൊക്കെ പൂജ ചെയ്യാൻ പോണില്ലേ? അയ്യോ കാറ്റുണ്ട്, ചിത്രി കയറി വരണ്ടേ. ഇനിയും മുകളിലേക്കുണ്ടോ? അങ്ങോട്ട് ആ വഴി കാണുന്നത് എനിക്ക് തോന്നുന്നു. ആ പോയി നോക്കാം. പിന്നെന്താ, എനിക്ക് തോന്നുന്നു അമ്പലം ഇവിടെ ഉണ്ട്. മുകളിൽ വരുമ്പോൾ കുരിശുമല മുകളിലാണെങ്കിലോ. പോയി നോക്കാം. പക്ഷെ ഇവിടെ കാവൊന്നുമില്ല, മരങ്ങളോ ചെറിയൊരു തന്നെയുള്ളു. ഇവിടെ ഒന്നുമില്ല. അടിപൊളി സ്ഥലം അല്ലേ? ശരിക്കും ടെൻ്റൊക്കെ അടിച്ചു തന്നു കഴിഞ്ഞാൽ സെറ്റപ്പ്. അയ്യോ താഴത്തേക്ക് അടിപൊളി വ്യൂ ആണല്ലോ അല്ലേ? ആ ഇത് അടിപൊളി വഴിയാട്ടാ അല്ലേ? രസമുണ്ട്. അയ്യോ അവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ മോശമായിപ്പെട്ടന്നെ. അയ്യോ ഇവ അടിപൊളി. ആ വഴിയോ? അതില്ല അല്ലേ? ആ ഗ്യാപ്പ് ഉണ്ടോക്കി. ഓക്കെ, മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? കുന്നാണോ? മൊട്ടക്കുന്നാ?
ആ കല്ലോടെ താത്തെത്തി. അയ്യോ അടിപൊളി സ്ഥലം അല്ലേ, മൊട്ടക്കൊന്ന്. ഇത് നമ്മൾ താഴത്തേക്ക് പോണ വഴിയാ. എന്നാ വേണ്ട. ഫുള്ള് നമ്മളൊരു കാട്ടിൽ കൂടെ കയറി സഞ്ചരിക്കുന്ന പോലെയാണ് കേട്ടോ. ഇനി അവിടുന്ന് നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് കയറാനുള്ള ഒരു വഴിയും കൂടെ കാണുന്നുണ്ട്. ഇവിടുന്ന് നമുക്കിനി കുറച്ചും കൂടെ കയറ്റം കയറി കഴിഞ്ഞാൽ വലിയൊരു പാറ കാണാനുണ്ട് കേട്ടോ. അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെക്കാട്ടും ഹൈറ്റിലാണ് ഇവിടെ പുല്ല് വളർന്ന് നിൽക്കണം. ഇതാകെ പുല്ലിൻ്റെ ഇടയിൽ കൂടെ പോകണം കേട്ടോ. അപ്പം പോരെ പോരെ, അയ്യോ കുഴപ്പമില്ല, ബാ നീ. ഏയ് അവൻ അങ്ങോട്ട് കയറിയതാ, അങ്ങനെ കയറടാ, അത് വിഷയാക്കണ്ട. അയ്യോ എവിടെയെങ്കിലും അത്രേ ഉള്ളൂ. പുല്ല് പോരില്ല, പുല്ല് പോരില്ല. പുല്ലൊരു കൂട്ടത്തോടെ പിടിക്കണം കേട്ടാ, എന്നാ പോരില്ല. ഇത് കയറാൻ എത്ര പണിയാ ഇവിടുന്ന് അങ്ങോട്ട് നോക്കണം കേട്ടോ. അത് കൂടെ തന്നെ ഇതുവരെയാണ് കേട്ടോ നമുക്ക് കുരിശുമലയിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് കയറൽ ബുദ്ധിമുട്ടാണ്. ഈ പുല്ലുണ്ടല്ലോ നമ്മളിപ്പോൾ തൊട്ടത്, കുറച്ച് കഴിഞ്ഞാൽ ചൊറിയും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. സാറല്ല എങ്ങനെ മുറിയടാ? പാറ കയറിയപ്പോളോ കുത്തി കയറി സാരടാ, ഇതൊക്കെ സ്വാഭാവികം. സുഖത്തിലൊന്നല്ല, എന്നാലും കയറിപ്പോയി എന്നറിയാം.
ഇവിടെ എന്തൊരു അമ്പലമുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ വഴി തെറ്റി പോയതാ, ആരോടും പറയണ്ട. പക്ഷേ ഈ നടന്നതിന്റെ വേദന നാളേക്ക് അറിയുള്ളൂ കേട്ടാ. അയ്യോ, ഇത് വെച്ചാൽ നല്ല സ്ഥലം അല്ലേ, അടിപൊളി സ്ഥലം കേട്ടോ. വെള്ളം ഉണ്ടായില്ലേ? $250 അല്ലേ? ചെറിയ ടാങ്കാ. ആണോ? ഷോപ്പിൽ നിന്ന് തന്നെ? കേറി ഇറങ്ങി, നമ്മളിങ്ങനെ കേറി ഇറങ്ങി പോകും. കേറുമ്പോൾ ഉഷാറില്ല. ഉരുണ്ട താത്തെത്തും ചേച്ചി, ഞാനെ പറഞ്ഞു കൊടുക്കല്ലേ, നേരെ താഴെ എത്തും. നമ്മളാരെങ്കിലും ഉണ്ടോ താത്ത്? ആണോ? ആ, അങ്ങനെ നമ്മൾ കുരിശുമല വളരെ അഡ്വഞ്ചറസ് ആയിട്ട് കയറി എക്സ്പ്ലോർ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം.